അങ്ങനെ ഉല്ലാസയാത്ര ടാസ്കിൽ നിന്നും സാബുമാൻ ഇപ്പം ഔട്ടായിരിക്കുകയാണ്. കുറേ സമയം ഇരുന്ന് ബുദ്ധിമുട്ടി ഒരുപാട് ടൈമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരാൾ പോലും ഇറങ്ങാൻ തയ്യാറല്ല. അപ്പോൾ സാബുമാന് മനസ്സിലായി ഇവരിങ്ങനെ തന്നെ ഇരിക്കും, ആരും ഔട്ടാവത്തില്ല, പിന്നെ ഇരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഇപ്പോൾ സാബുമാൻ പറഞ്ഞ് ഞാൻ ഇറങ്ങുവാണെന്ന് പറഞ്ഞ് അങ്ങനെ അനീഷേട്ട അനുമോളെ ഞാൻ ഇറങ്ങുവാണെന്നൊക്കെ പറഞ്ഞിട്ട് സാബുമാൻ അങ്ങ് കാറിൽ നിന്ന് ഇറങ്ങി. സാബുമാൻ ഇറങ്ങിയപ്പോൾ തന്നെ ബിഗ് ബോസ് പറഞ്ഞ് സാബുമാൻ ഈ മത്സരത്തിൽ നിന്നും ഔട്ടായിരിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. സാബുമാൻ പറഞ്ഞ നെവിൻ ഔട്ടായപ്പോൾ ഇങ്ങനെ അനൗൺസ് ചെയ്തായിരുന്നു. എല്ലാവരും പറയുന്നുണ്ട് നെവിൻ പോയപ്പോഴും അനൗൺസ് ചെയ്യായിരുന്നു. അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട് ഞാൻ പോയിട്ട് നന്നായിട്ടൊന്ന് കുളിക്കട്ടെ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ, കഞ്ഞി ഇരിപ്പുണ്ട് അവിടെ എടുത്ത് കഴിക്കണമെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യം ഭയങ്കര ഇതാണ്, അവിടെ തന്നെ ഇരിക്കുകയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അനീഷിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നൂറയും ആര്യനും തുടരുന്നു. പിന്നെ ബാക്കിലിരുന്ന് കുത്തുന്ന കണക്കുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആദില. കാരണം അനീഷിനെ സൈഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അനുമോൾ സംസാരിച്ചത് കൊണ്ട് അപ്പോഴും മുതൽ ആദില അനുമോൾക്കിട്ട് ഇങ്ങനെ പിന്നുകൊണ്ട് കുത്തുന്ന കണക്ക് കുത്തി സംസാരിക്കുകയാണ്. പിന്നെ അക്ബറിൻ്റെ കാര്യം എടുത്ത് പറയണ്ടല്ലോ, അതിങ്ങനെ ഇങ്ങനെ അടച്ചു വെക്കാതെ ഇപ്പോഴും അതേ വൃത്തികേടുകളും അഴുക്കുകളും. അനുമോളെ നേരെ ഇരിക്കാൻ വേണ്ടി എപ്പോഴൊന്ന് എഴുന്നേറ്റാലും അക്ബർ കൊണ്ടൊരു സൗണ്ട് ഉണ്ടാക്കും. അപ്പോഴത്തേനും ആദില പറയും, മൂക്ക് പൊത്തി പിടിച്ചിട്ട് പറയും, അനുമോൾ താണ്ടേ ബോംബ് വിട്ടേന്നും പറഞ്ഞിട്ട്. അനുമോൾക്കാണെങ്കിൽ ഇത് ഇഷ്ടമേ അല്ല. എപ്പോഴും ലൈവിൽ ഇവർ ഇത് തമാശയായിട്ട് പറയും. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രോഗ്രാമിനകത്ത് വന്നിട്ട് ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നതിനകത്ത് അനുമോൾക്ക് ഭയങ്കര ദേഷ്യം. അനുമോൾ പറയുന്നത് നിങ്ങൾക്കൊന്നും മിണ്ടായിരുന്നൂടെ, ഒരു പ്രാവശ്യം ആയാലും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇനി മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ പറയുന്നൊന്നും ഇഷ്ടമല്ലെന്ന് അനുമോൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അതിൽ എന്നിട്ടും അവന്മാരുടെ ഒപ്പം ചേർന്നിട്ട് ഈ ആര്യന നൂറ ഈ മാതിരി വൃത്തിയോട് പറയുന്നതിന് അക്ബർ ഇവരെ കഴിഞ്ഞേ ഉള്ളൂ, വേറെ ആരും. അതിലെ ആര്യനും നൂറയും കൂടി എന്തെങ്കിലും പറയാൻ വേണ്ടി അക്ബർ കൊണ്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. അനുമോൾ എണ്ണീച്ചിട്ട് ഒന്ന് നേരെ ഇരിക്കാൻ വേണ്ടി ആയിരിക്കും എഴുന്നേൽക്കുന്നത്. അപ്പോഴേ അവരിങ്ങനെ ഇതും പറഞ്ഞിട്ട് സംസാരിച്ചു തുടങ്ങും. അനുമോൾ ആദിലോട് പറയുന്നുണ്ട്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇങ്ങനെയുള്ള തമാശകൾ പറയരുത്, എനിക്കിഷ്ടമല്ല എന്ന്. ടാസ്കിൽ നിന്ന് ഔട്ടായ നമ്മുടെ ബുദ്ധിമാനായ സാബുമാൻ ദാണ്ട ഭംഗിയായിട്ട് വീടിനകത്ത് കയറിയിരുന്ന് ആഹാരം കഴിക്കുകയാണ്.